വെറും 499 റുപ്പീസിനാണ് 25 പീസ്. ഇതെല്ലാം കണ്ടിട്ട് ആരും നേരെ ചിക്കിങ്ങിലേക്ക് ചെന്ന് തലവെക്കാൻ നിൽക്കണ്ടായ നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഒന്നേ സ്റ്റോക്ക് ഔട്ട് ആയെന്നോ അല്ലെങ്കിൽ ഭയങ്കര തിരക്കാന്നോ സാധനം തീർന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിടും. നമ്മളും പോയി നമുക്ക് കിട്ടിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ പാവങ്ങളുടേതായ KFC-യിലേക്ക് ചെന്ന് കയറി. എന്തായാലും റോസ്റ്റഡ് കഴിക്കണം എന്നുള്ള മൈൻഡുമായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും നോക്കിയാൽ നേരെ KFC-യിലേക്ക് പോയിട്ട് അവിടുത്തെ തന്നെ ഏറ്റവും കൂടിയ ബക്കറ്റ് തന്നെ നമ്മൾ കയറി പറഞ്ഞു. അൾട്ടിമേറ്റ് സേവിങ്സ് ബക്കറ്റ് എന്താണ് ഇതിനകത്തുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് കണ്ടപ്പോൾ എന്തായാലും കഴിക്കണം തോന്നി നമ്മൾ മേടിച്ചു. 729 ആണ് കേട്ടോ ഈ കിടന്ന ബക്കറ്റിന് ചാർജ് ആവുന്നത്. ഇതിനകത്ത് ഓൾറെഡി വരുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഹോട്ട് ആൻഡ് ക്രിസ്പി ചിക്കൻ 4 പീസും 6 പീസ് വിങ്സും പിന്നെ പെരിപെരിയുടെ സ്ട്രിപ്പ് 4 പീസും പിന്നെ 3 പെപ്സി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് വരുന്നത് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് നല്ല വിശന്നിട്ട് വന്നേ. മറ്റേ 499 കോംബോ നമുക്ക് എന്തായാലും കഴിക്കണം എന്നുള്ള സാധനത്തിലാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെ നമുക്ക് എന്തായാലും റോസ്റ്റഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒബ്വിയസ്ലി KFC ചിക്കനെ പറ്റിയിട്ട് ഞാൻ റിവ്യൂ പറയേണ്ട കാര്യമില്ല. പിന്നെ ഔട്ട്ലെറ്റ് പലതും പലതാവാറുണ്ട്. ഞാൻ പോയത് ഇപ്പോൾ നമ്മുടെ കായംകുളത്തുള്ള ഔട്ട്ലെറ്റാണ്, പുതിയതായിട്ട് തുടങ്ങി 1-ാം കുറ്റിയുള്ളത്. ഇവിടെ വന്നപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടോടാണ് പോയത്. ഇവനാണ് എൻ്റെ ഫുഡി പാർട്ണർ. അങ്ങനെ നമ്മളെല്ലാം കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചിക്കിങ്ങിലേക്ക് പോകുന്നവരാരും നിരാശപ്പെടേണ്ട, KFC സ്റ്റിൽ ദെയർ. അപ്പം സീ യു ഗൈസ്, മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.